ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്കാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ 4ാം ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട്. ആദ്യം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ നോട്ടീസ് നൽകുകയാണ്. രാഹുൽ കാണിച്ച രേഖകൾ ശരിയായ രേഖകളല്ല. അതിൽ ഒരു ഉദാഹരണമായി പറയുന്നത് ശകുൻ റാണിയുടെ വിവരമാണ്. അതിൽ ഒരു പോസിറ്റീവായ കാര്യം എന്താണോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് കാണിച്ചത് അതിലൊരു പരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു എന്നുകൂടിയല്ലേ? നിങ്ങളിപ്പോൾ ഈ നോട്ടീസിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ വെച്ച ചില സത്യങ്ങൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കില്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു വിലാസം എന്ന് പറയുമ്പോൾ ഒരു മുറിയും ചെറിയൊരു അടുക്കളയുമുള്ള ഒരു ചെറിയ വാസസ്ഥലം, അവിടെ 80 വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ഈ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വൈകുന്നേരം കേട്ട വാർത്ത അനുസരിച്ച് ഒരു ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീയാണോ പുരുഷനാണോ ആ വ്യക്തി 2ലേറെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ലെന്നാ. സ്ത്രീയാണ്. അപ്പം ആ വോട്ട് ചെയ്തത് ശരിയല്ല എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തെ നടുക്കിയൊരു വലിയ വോട്ട് കൊള്ളയുടെ ചുരുളുകളാണ് രാഹുൽ ഗാന്ധി അഴിച്ചതെന്ന് ഓർക്കണം, അല്ലെങ്കിൽ തുറന്നു വെച്ചത്. ആ ചുരുളുകൾ അഴിച്ചത് ഇവിടെ ഒരു വ്യക്തിയുടെ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്, ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും പക്ഷേ പറഞ്ഞ വളരെ പ്രമാദമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയാൻ എവിടെയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സാർ? അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയിൽ പറഞ്ഞതുപോലെ അല്ല സ്മൃതിയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കർണാടകയിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യാനും മറ്റുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആ ജി എന്താണെന്നും പറയാതിരുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം, ആ ഡിജിറ്റൽ രേഖകൾ തന്നാൽ 15 മിനിറ്റ് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിയിക്കാമെന്ന ഒരു പ്രധാനമന്ത്രിക്കെതിരായിട്ട് വന്നൊരു ആരോപണം. ഇതൊരു സാധാരണ മനുഷ്യൻ ചെയ്തതല്ല, ഒരു രാഷ്ട്രീയക്കാരൻ, വെറും രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിന്റെ നേരെ എതിർവശത്ത് ലോക്സഭയിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ്, അദ്ദേഹമാണ് അദ്ദേഹം മുഖത്ത് നോക്കി പറയുന്നത്, ഈ BJPയുടെയും സർക്കാരിന്റെയും മുഖത്ത് നോക്കി പറയുന്നത്, ഈ രേഖ തന്നാൽ പ്രധാനമന്ത്രി പദത്തിലേറിയത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിയിക്കാമെന്ന്. കുറഞ്ഞ പക്ഷം അതിനൊരു മറുപടി പറയണ്ടേ? ഈ ശകുൻ റാണി ഇവിടെ നിൽക്കട്ടെ, ശകുൻ റാണിയുടെ കാര്യവുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകട്ടെ. എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? എന്തുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് കേരള കേഡറിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? അദ്ദേഹം പ്രോക്സി കളിക്കുക. അദ്ദേഹം കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ കൊണ്ടുള്ള കളിയാണ് കളിക്കുന്നേ. അത് പറ്റത്തില്ലല്ലോ. അപ്പം ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടണമല്ലോ. അതാര് തരും? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു തലത്തിലേക്ക് അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഈ ആരോപണം വെറുതെ രഹസ്യമായിട്ട് പറഞ്ഞതല്ല. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിൽ ഡൽഹിയിലെ മുഴുവൻ പത്രപ്രവർത്തകരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ തെളിവുകൾ, ഡേറ്റകൾ സഹിതം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ ഞാൻ ഇതുവഴി വ്യാജ പ്രചാരണം വഴി ഇലക്ഷൻ കമ്മീഷനെ മോശക്കാരാക്കുകയാണെങ്കിൽ, അവരുടെ പ്രതിച്ഛായ തീർക്കുകയാണെങ്കിൽ കം അറസ്റ്റ് മീ, എന്നെ നിങ്ങൾ ജയിലിലാക്കിക്കോളൂ എന്ന് പറഞ്ഞതാണ്. എന്തിനാണ് നോട്ടീസ് അയക്കുന്നത്? ഇപ്പൊ ഈ രേഖ അദ്ദേഹം എഴുതി കാണിച്ച രേഖയിൽ, അദ്ദേഹം ഉയർത്തിക്കാട്ടിയ രേഖയിൽ ഈ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തുള്ള ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടിക്ക് മാർക്ക് ചെയ്ത രേഖ ഇലക്ഷൻ കമ്മീഷന്റേതല്ലെന്നാ. അത് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചതാണോ? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ ശ്രീമതി ശകുൻ റാണി ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി ഹാസ് വോട്ടഡ് ഓൺലി വൺസ് ആൻഡ് നോട്ട് ട്വൈസ് ആസ് എലിജ്ഡ് ബൈ യു. അതായത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അവരിൽ നിന്നും ആ തെളിവ് തേടിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നു, ശകുൻ റാണി പറഞ്ഞിരിക്കുന്നു. അതെ സ്മൃതി, ആര് പറഞ്ഞു? ശകുൻ റാണി പറഞ്ഞിരിക്കുന്നു. ശകുൻ റാണി ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണല്ലോ അവർ BJPക്കാരിയാണല്ലോ, BJPക്ക് വേണ്ടിയാണല്ലോ അത് ചെയ്തത്. പിന്നെ ശകുൻ റാണി പറയുമോ? ആരോടെങ്കിലും പറയുമോ?
ഇന്നലെ ഇന്ത്യ ടുഡേയുടെയും മറ്റും സംഘം, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടിവിയുടെ സംഘവും പോയിരുന്നു. അവിടെ അന്വേഷണത്തിൽ എന്താ തെളിഞ്ഞത്? ശകുൻറാണിയെ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, ശകുൻറാണിയല്ല. പോയിരുന്നു. അപ്പൊ 80 പേർ താമസിച്ചു എന്ന് പറയുന്നത് 80 പേരുടെ അഡ്രസ് വന്ന മുറി. അതെ, അല്ല, ഞാൻ ശകുൻറാണിയെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ശകുൻറാണി BJPക്ക് അനുകൂലമായിട്ട് 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് സമ്മതിക്കുമോ സ്മൃതി? ആരോടെങ്കിലും പറയുമോ നോക്കൂ ഞാൻ 2 വോട്ട് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാരെങ്കിലും പറയുമോ? ഇവിടെ ഇത്രയും വളരെ വിപുലമായ ആഴത്തിലുള്ള ഒരു അഴിമതിയെക്കുറിച്ച്, അഴിമതി എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ കള്ളവോട്ടൊക്കെ നടന്നിട്ടുണ്ടാവും. അത് കേരളത്തിന് പുറത്തുമൊക്കെ നടന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതെന്താണ്? ഏത് തോതിലുള്ള ഒരു വോട്ട് കൊള്ളതാണ് വോട്ട് ചോരി എന്ന് പറയുന്നത്? മോഷണം കട്ടോണ്ട് പോയിരിക്കുകയാണ്, ജനാധിപത്യത്തെ കട്ടോണ്ട് പോയിരിക്കുകയാണ്, ജനഹിതത്തെ കട്ടോണ്ട് പോയി. എന്നിട്ട് ശകുൻറാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ ആരോപണത്തിന് മുന ഒടിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ നടക്കുന്നില്ല. അവർ തെളിവുകളുമായിട്ട് വരട്ടെ. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യട്ടെ, കേസ്. അതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കട്ടെ എന്നാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.